Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa natubu ilayhi. Salatu wassalamu ala man la nabiyya ba'da wa ala alihi wa ashabihi at-tahirin wa ummahatil mu'minin radiyallahu anhum ajma'in. അതിനായ അധ്യക്ഷൻ സാലിഹ് സാഹിബ്, കബീർ സാഹിബ്, ഷമീം സാഹിബ്, സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലി മുസ്ലിയാർ ഒരുപക്ഷെ നമുക്ക് അല്പം പരിചിതമുള്ള ആളാണ്. കബീർ സാഹിബും ഇനി പറയാൻ പോകുന്ന ഷമീം സാഹിബും പറയുന്ന സ്ഥലങ്ങളൊന്നും ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഞാൻ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ നിരന്തരം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സമരം എന്ന് നമ്മൾ ചരിത്രത്തിൽ പറയുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് സൈന്യത്തിലെ ശിപായിമാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരമാണ്. ഒരു ജനകീയ ചെറുത്തുനിൽപ്പ് എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് മലബാർ സമരമാണ്. അതിൽ സാധാരണ ജനങ്ങൾ സംഘടിതമായി വ്യവസ്ഥാപിതമായി പല യുദ്ധങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു. ചെറുത്തുനിൽപ്പല്ല, ബ്രിട്ടീഷുകാർ അതിനെ ബാറ്റിൽ എന്നാണ് പറയുന്നത്. അത് മലബാറിൽ നടന്ന, മലബാർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട്, പൊന്നാനി, ഏറനാട്, വെള്ളവനാട് താലൂക്കുകളാണ് പ്രധാനമായും. ഇവിടെ നടന്ന പോരാട്ടങ്ങളിൽ അന്നത്തെ മാപ്പിള സമൂഹത്തിൻ്റെ, അന്നത്തെ പോരാട്ടത്തിൻ്റെ ഒരു നായകത്വം ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് അലി മുസ്ലിയാർ എന്ന് പറയും. അലി മുസ്ലിയാരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. നമ്മളെ സാലിഹ് സാഹിബിൻ്റെ നാട്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ പോയാൽ നെല്ലിക്കുത്ത് എന്ന് പറയുന്ന സ്ഥലം കാണാം. ഇന്ന് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അലി മുസ്ലിയാരുടെ വീട് ഇന്നും അതുപോലെ ഉണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ അതേപോലെ തന്നെ വീട് സംരക്ഷിച്ചു. തൊട്ടപ്പുറത്ത് ഏകദേശം 100 മീറ്റർ കൂടി വ്യത്യാസമില്ലാത്ത സ്ഥലത്ത് തന്നെയാണ് വാര്യംകുന്നത്തിൻ്റെ വീട്. വാര്യംകുന്നത്തിൻ്റെ വീടൊന്നും അവിടെ അതുപോലെ ഇല്ല. അവിടെ വേറെ ആളുകളാണത്. കാരണം വാര്യംകുന്നത്തിൻ്റെ പിൻഗാമികൾ പിൽക്കാലത്ത് ഈരാറ്റുപേട്ടയിലാണ് ജീവിച്ചിരുന്നത്. അലി മുസ്ലിയാരുടെ കുടുംബം ഇപ്പോഴും അവിടെ താമസിക്കുന്നു. അലി മുസ്ലിയാർ ഒരു മതപണ്ഡിതനാണ്. അത്യാവശ്യം അക്കാലത്ത് ഭൗതിക വിദ്യാഭ്യാസവും നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. അവിടെ പണ്ട് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അലി മുസ്ലിയാരും അലി മുസ്ലിയാരുടെ പിതാവും നേടിയ. അപ്പോൾ അധ്യാപക പരിശീലന കോഴ്സ് അന്ന് പാസ്സായ സർട്ടിഫിക്കറ്റ് അടക്കണം. അതുപോലെ പ്രാഥമിക മതവിദ്യാഭ്യാസം അവിടെ നിന്നാണ് പഠിച്ചത്. പിന്നെ അദ്ദേഹം മതവിദ്യാഭ്യാസത്തിന് വേണ്ടി പൊന്നാനിയിൽ കുറച്ചു കാലം മതവിദ്യാഭ്യാസം നടത്തി. അതിനുശേഷം മക്കയിലാണ് പോയത്. മക്കയിൽ അദ്ദേഹത്തിന് ധാരാളം വർഷങ്ങൾ മക്കയിലാണ് അദ്ദേഹത്തിൻ്റെ മതപഠന വിദ്യാഭ്യാസം ഉണ്ടായത്. 1853 അലി മുസ്ലിയാർ ജനിക്കുന്നത്. ഏറനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരാട്ട പാരമ്പര്യമുള്ള കുടുംബത്തിലാണ്. സാമൂതിരിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രപിതാക്കന്മാർ, പ്രത്യേകിച്ച് വല്ലിപ്പ, പോരാടുകയും വെള്ളവനാടിലെ രാജവംശങ്ങൾക്കെതിരേക്കുള്ള അല്ലെങ്കിൽ ജന്മികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ സാമൂതിരിയുടെ കൂടെ നിന്ന് പോരാടിയ ചരിത്രം അലി മുസ്ലിയാരുടെ കുടുംബത്തിന് നേരത്തെ ഉണ്ട്. വാര്യംകുന്നത്തിൻ്റെ ഉണ്ട്. വാര്യംകുന്നത്ത് അലി മുസ്ലിയാരെ അപേക്ഷിച്ച് അല്പം സമ്പന്നനാണ്. അന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ജന്മിയുടെ ഒരു നിലയിലുള്ള സ്വത്തും സമ്പാദ്യമുള്ള ആളാണ്. അലി മുസ്ലിയാർ ഒത്തുപള്ളി, പൊന്നാനിയിലെ 10 വർഷം, അതിനുശേഷം മക്കയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദായിട്ട് പറയുന്ന മുഹമ്മദ് ഇസ്ബുല്ല സുലൈമാൻ അൽ മക്കി, അദ്ദേഹത്തിൽ നിന്നാണ് വേറെയും ചില അധ്യാപകരുണ്ട് മതപാണ്ഡിത്യം കരസ്ഥമാക്കിയിരുന്നത്. ഈ സുലൈമാൻ അൽ മക്കി അലി മുസ്ലിയാരുടെ ജീവിതത്തെ, അലി മുസ്ലിയാരുടെ പോരാട്ട ജീവിതത്തെ സ്വാധീനിച്ച ഒരു ഉസ്താദ് കൂടിയാണ്.
ചരിത്രമായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നു. ചരിത്രത്തിൻ്റെ കുരിശ് യുദ്ധത്തിൻ്റെ ചരിത്രവും സ്പെയിനിൻ്റെ തകർച്ചയും ഏറ്റവും കൂടുതൽ അദ്ദേഹം ആലി മുസ്ലിയാരുടെ ജീവിതത്തിൽ ഇദ്ദേഹത്തിൻ്റെ ചരിത്ര ക്ലാസുകൾ വലിയ സ്വാധീനം ചെലുത്തിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മക്കയിലെ പഠനം കഴിഞ്ഞതിന് ശേഷം ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത്. ലക്ഷദ്വീപിലെ മുദരീസായിട്ടാണ് വരുന്നത്. പിന്നീടാണ് മലബാറിലേക്ക് അദ്ദേഹം വരുന്നത്. മലബാറിൽ തന്നെ ഇന്ന് വാണിയമ്പലം ഉള്ള തൊടികപ്പൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ആദ്യമായി ദർസ് നടത്തുന്നത്. അവിടേക്ക് വരാനുള്ള കാരണം തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം കിട്ടിയപ്പോൾ അനുജനെ ലക്ഷദ്വീപിൽ നിർത്തിയിട്ട് അദ്ദേഹം മലബാറിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദർസ് ഈ പറയുന്ന വാണിയമ്പലത്തിൻ്റെ അടുത്തുള്ള റെയിൽവേയിൽ പോകാൻ ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ, വെടിയപ്പൽ എന്ന് പറയുന്ന സ്ഥലത്ത്. പിന്നീട് അദ്ദേഹം വന്നത് പൊടിയാട് മേൽമുറി ജുമാ മസ്ജിദിലാണ്. ഈ പൊടിയാട് ജുമാ മസ്ജിദിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ചില ഓർമ്മകളും അദ്ദേഹം ദർസ് നടത്തിയിരുന്ന കാലത്തെ കിതാബുകളും ചിലതൊക്കെ എപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മേൽമുറി, പൂക്കോട്ടൂർ, ആലത്തൂർ പടി, അതുപോലെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ വലിയ ശിഷ്യവൃന്ദം അദ്ദേഹത്തിനുണ്ടായി. ഒരു ആത്മീയ ഗുരു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആധ്യാത്മിക ജ്ഞാനങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ അവഗാഹം എന്ന് പറയും. തസവുഫിൽ പ്രത്യേകമായി അവഗാഹം നേടിയ ആളാണ്. ഖാദിരിയ ത്വരീഖത്തിൽ ബൈഅത്ത് ചെയ്ത ഒരാളുമായിരുന്നു ആലി മുസ്ലിയാർ എന്ന് പറയും. അതുകൊണ്ട് തന്നെ 921 കോഴിക്കോട് താലൂക്കിലെ ഖിലാഫത്ത് നേതാവായിരുന്ന പാലക്കാൻ തൊടി അബൂബക്കർ മുസ്ലിയാർ, കോഴിക്കോട് ഭാഗത്ത് ഖിലാഫത്ത് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഈ അബൂബക്കർ മുസ്ലിയാർ ആലി മുസ്ലിയാരുടെ ഈ ദർസിലെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ ദർശനം നടത്തിയതിനു ശേഷമാണ് തിരൂരങ്ങാടിയിലേക്ക് പോകുന്നത്. 907 അദ്ദേഹം തിരൂരങ്ങാടി ദർസിലെത്തും. തിരൂരങ്ങാടി കിഴക്കേ പള്ളി എന്ന് പറയുന്നത് വളരെ പഴക്കമുള്ള പള്ളിയാണ്. ഇന്ത്യയിലെ ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാരങ്ങളിൽ രേഖപ്പെടുത്തിയ കിഴക്കേ പള്ളിയിലെ ദർസ് അദ്ദേഹത്തിൻ്റെ സഞ്ചാര സാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രസിദ്ധമായ പുരാതനമായ പള്ളിയിലേക്കാണ് ആലി മുസ്ലിയാർ 907 വരുന്നത്. തിരൂരങ്ങാടിയാണ് ഏറനാടിൻ്റെ പടിഞ്ഞാറ് ഭാഗം ആണ് യഥാർത്ഥത്തിൽ ആലി മുസ്ലിയാരുടെ പ്രവർത്തന കേന്ദ്രമായി മാറിയിരുന്നു. തിരൂരങ്ങാടി നമ്മൾ വെറുതെ ഇങ്ങനെ ഇറങ്ങി ഒരു 2 കിലോമീറ്റർ നടന്നാൽ തന്നെ, ഒരു വാക്കിംഗ് ടൂർ നമ്മൾ നടത്തിയാൽ തന്നെ ധാരാളം ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ നമുക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, ആലി മുസ്ലിയാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന. അതുപോലെ സാമൂതിരിയുടെ സഹായത്തോടു കൂടി സാമൂതിരി മുസ്ലിം സമൂഹത്തെ സഹായിച്ചിട്ടുള്ള ഘട്ടമുണ്ടായിരുന്നു. പിന്നീട് സാമൂതിരിയുടെ സഹായത്തോടു കൂടി ബ്രിട്ടീഷുകാർ തന്നെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ കിഴക്കേ പള്ളി പിടിച്ചെടുത്ത് ക്രൈസ്തവ കേന്ദ്രമാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അതിനെതിരെ അന്ന് അവിടുത്തെ മാപ്പിള സമൂഹം വലിയ തോതിൽ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ ആൾ ചെമ്പൻ അത്തീദ് മരക്കാർ എന്ന ആളാണ്. ചെമ്പൻ പോക്കർ എന്ന് പറഞ്ഞ ഒരാൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ സായുധ സമരം മലബാറിൽ സംഘടിപ്പിച്ച ആളാണ് അദ്ദേഹം. ഈ അത്തീദ് മരക്കാരുടെ ശിഷ്യനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഹൈദർ അലിക്കെതിരെ തിരുവങ്ങാടിയിൽ യുദ്ധം നടത്തിയിട്ടുണ്ട്. ടിപ്പുവിനെതിരെയും ടിപ്പുവിൻ്റെ പിതാവ് ഹൈദർ അലിയുടെ പടയോട്ടത്തിനെതിരെ സാമൂതിരിയുടെ കൂടെ നിന്ന്, സാമൂതിരി പിൽക്കാലത്ത് സാമൂതിരിയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്തിരുന്നു. പക്ഷെ സാമൂതിരി പിൽക്കാലത്ത് മുസ്ലിം, പ്രത്യേകിച്ച് തിരുവങ്ങാടിയിലെ മാപ്പിള സമൂഹത്തെ വഞ്ചിച്ചു എന്ന ബോധമുണ്ടായപ്പോൾ വീണ്ടും ഹൈദർ അലിയുടെ സൈന്യത്തെ ക്ഷണിച്ചു വരുത്തുകയും സാമൂതിരിക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തിരുവങ്ങാടി കേന്ദ്രമായിട്ടാണ് അത് നടന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തിരുവങ്ങാടി ധാരാളം സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പോർച്ചുഗീസുകാർക്കെതിരെ, പിന്നെ നാടുവാഴി ജന്മി രാജാക്കന്മാർക്കെതിരെയുള്ള സംഘർഷങ്ങളൊക്കെ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ആലി മുസ്ലിയാരുടെ ഒരു വ്യക്തിത്വം മലബാറിലെ ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും അദ്ദേഹത്തെ വലിയൊരു
ആധ്യാത്മിക ഗുരുവായി പ്രതിഷ്ഠിക്കപ്പെടാൻ പറ്റുന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യകൾ കാണാം. ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം വർഷം ദർസുകൾ നടത്തിയതുകൊണ്ട് ധാരാളം ശിഷ്യഗണങ്ങൾ. ഈ ശിഷ്യഗണങ്ങളെല്ലാം വ്യത്യസ്ത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഖിലാഫത്ത് സമരത്തിൻ്റെ നേതാക്കന്മാരും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഒരു ബന്ധം മലബാറിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ആലി മുസ്ലിയാരുടെ ശിഷ്യനാണ് ശരിക്കും KM മൗലവി എന്ന് പറയുന്നത്. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. KM മൗലവി നമുക്കറിയാം ഇക്കാലത്ത് ഐക്യസംഘത്തിൻ്റെയൊക്കെ നേതാവായിരുന്നു. അദ്ദേഹം പ്രഗത്ഭനായ ശിഷ്യൻ. ഇപ്പോൾ തിരൂരങ്ങാടിയിൽ നടന്ന പല കലാപങ്ങളിലും ആലി മുസ്ലിയാരുടെ സന്ദേശം ആളുകളോട് പിരിഞ്ഞു പോകാനുള്ള ഓർഡറൊക്കെ നടത്തുന്ന KM മൗലവി ആയിരുന്നു എന്ന് നമുക്കറിയാം. ആ KM മൗലവി ആലി മുസ്ലിയാരെ ആലി മൗലവി തങ്ങൾ എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. തങ്ങൾ ഉസ്താദ് എന്ന രീതിയിലായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത്. മലബാറിലെ സാധാരണക്കാരായ ആളുകൾ അദ്ദേഹത്തെ മോനേർ ഉപ്പാപ്പ എന്ന രീതിയിലാണ് ഈ ആലി മുസ്ലിയാരെ കണ്ടിരുന്നത്. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി വിവിധ സ്ഥലങ്ങളിൽ, പ്രദേശങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ, പോരാട്ടങ്ങൾ നടത്തുന്നതിൽ ആലി മുസ്ലിയാരുടെ സ്വാധീനം അവർ മനസ്സിലായി. യഥാർത്ഥത്തിൽ ആലി മുസ്ലിയാർ കോൺഗ്രസിൻ്റെ സഹായത്തോടുകൂടി ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളിൽ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അഹിംസ, ഗാന്ധിജിയാണ് അദ്ദേഹം മാതൃകയാക്കുന്നത്. ഒരു സമയത്ത് പോലും ആയുധമെടുക്കാൻ അദ്ദേഹം ബ്രിട്ടീഷുകാർ ഏകദേശം 6 മാസത്തോളം അദ്ദേഹം തിരൂരങ്ങാടി കേന്ദ്രമായി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന് ഒരു മുന്നണിയിൽ നിന്നിരുന്ന സമയത്ത് പോലും അവസാന സമയത്താണ് അദ്ദേഹം ചെറുത്തുനിൽപ്പിനെ കുറിച്ച് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് ബോധ്യമാവുന്നത് കേശവമേനോൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചർച്ചയ്ക്ക് വരുന്നുണ്ട്. തിരൂരങ്ങാടിയിൽ ലഹളയുണ്ടാവും, അത് തടയണം എന്ന് പറയുന്ന സമയത്ത് അത് തടയാൻ നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ആന്ധ്രയിലെ ഗുണ്ടൂരിലൊക്കെ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ ബ്രിട്ടീഷുകാരുമായി സംസാരിച്ച് അവരുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾ കാണിച്ച ഉത്സാഹം എന്തുകൊണ്ട് മലബാറിൽ കാണിച്ചില്ല എന്ന് അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് കേശവമേനോൻ തന്നെ രേഖപ്പെടുത്തുകയാണ്. കേശവമേനോൻ പറയുന്നു, തിരൂരങ്ങാടിയിലേക്ക് ഞാൻ ചെന്ന സമയത്ത് തന്നെ ഏകദേശം 500-ലധികം ആളുകൾ തുർക്കി തൊപ്പി ധരിച്ച് ഗാർഡ് ഓഫ് ഓണർ നൽകിയിട്ടാണ് എന്നെ സ്വീകരിച്ചതെന്നാണ്. മലബാറിലെ ഏറ്റവും വലിയൊരു സൈനിക സന്നാഹത്തിൻ്റെ സേനാനായകനായിട്ടുണ്ടായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും വലിയ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അതേസമയം ആലി മുസ്ലിയാർ കുറെ കൂടി ഒരു ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കാനാണ് തുടങ്ങി. അതേസമയം ആലി മുസ്ലിയാരുടെ അടുത്തേക്ക് ആവലാതികളും പരാതികളും ഒക്കെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ധാരാളമായി അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാറുണ്ട്. വന്ന് പറയുമ്പോൾ അത് പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെയാണ് പ്രധാനമായും അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. അത് ചാലിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാറും തമ്മിലുള്ള സൗഹാർദ്ദം ചരിത്രത്തിലുണ്ട്. 21-ന് 2 വർഷം മുമ്പ് ചാലിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജി മരണപ്പെട്ടിരുന്നു. ചാലിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇറക്കിയ പ്രസിദ്ധീകരണങ്ങൾ അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും വായിക്കാൻ പറയുകയും ചെയ്തിരുന്നത് ആലി മുസ്ലിയാരായിരുന്നു. മലയാള ഭാഷക്കെതിരെ അന്ന് കാലത്ത് രൂപപ്പെട്ടിരുന്ന സമരത്തിന് എതിർപക്ഷത്ത് നിന്ന ഒരാളാണ് ആലി മുസ്ലിയാർ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളും വായിക്കണം എന്ന് ആളുകളെ, ശിഷ്യന്മാരെ ഉത്ബോധിപ്പിച്ചതായി അദ്ദേഹത്തിൻ്റെ വാറണ്ട് രേഖപ്പെടുത്തിയാൽ ബ്രിട്ടീഷുകാർ ഇച്ചുവൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമര രീതികളുടെ ഒരു ഭാഗമായിട്ടാണത് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ വീടുകൾ അവിടെ ധാരാളം കാലം ദർശനം നടത്തിയ ഒരാളെന്ന നിലയിൽ 1907 മുതൽ അദ്ദേഹം കീഴടങ്ങുന്നത് വരെ 1922 വരെയുള്ള കാലയളവിൽ തിരൂരങ്ങാടിയിലുണ്ടായി. അദ്ദേഹം ദരിദ്രരുടെ വീട്ടിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. മുതലാളിമാരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിനൊരു വിസമ്മതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടതായിരിക്കാം. അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിൽ വെറ്റില മുറുക്കും അതുപോലെ പുകവലിയും. അന്നത്തെ കാലത്ത് നമുക്കറിയാം കല്യാണത്തിന് ഒക്കെ പോയാൽ എനിക്കെന്നെ ഓർമ്മയുണ്ട് വെറ്റിലയും പുകവലിയും ഒക്കെ ആളുകൾക്ക് കൊടുക്കണം. അത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായും നിരോധിച്ച ഒരു ഇതായിരുന്നു എന്നാണ്. അതുപോലെ അയിത്താചാരങ്ങൾ അദ്ദേഹം ശക്തമായി എതിർക്കുകയാണ്
പള്ളിയിൽ ആവലാതി പറയാൻ വരുന്ന ആളുകൾ നല്ലൊരു ശതമാനം താഴെ കടയിലുള്ള ജാതിയുള്ള ആളുകളായിരുന്നു. അവരെ പള്ളിയിൽ ക്ഷണിക്കുകയും പള്ളിയിലേക്ക് അവരെ ക്ഷണിക്കുകയും മത ഉപദേശങ്ങൾ കേൾക്കാൻ അവർക്ക് കൂടി അവസരം കൊടുക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അലി മുസ്ലിയാരുടെ ഇത് അവിടെ മലബാർ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കള്ള് ഷാപ്പുകൾ, വലിയ സൗകര്യങ്ങൾ കള്ളുഷാപ്പുകളുണ്ട്. കള്ളുഷാപ്പുകളും അതുപോലെ തന്നെ പല അധാർമികമായ കാരണം പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനും തിരുവങ്ങാടിയും തമ്മിൽ വളരെ അടുത്താണ്. പരപ്പനങ്ങാടിയിലാണ് മലബാറിലേക്കുള്ള ബ്രിട്ടീഷുകാർ ട്രെയിൻ വഴി വന്ന് ഇറങ്ങുകയും സൈന്യം ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു സുഖസൗകര്യങ്ങൾക്കനുസരിച്ച് വലിയ കള്ളുഷാപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ഷാപ്പായിട്ട് മനസ്സിലായി. ഇതിനെതിരെയുള്ള പിക്കറ്റിംഗ്, ഇതിനെതിരെയുള്ള സമരം അലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അലി മുസ്ലിയാർക്ക് ഒരു നേരത്തെ തന്നെ ജന്മികളും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ശത്രുക്കൾ നേരത്തെ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഈഴവരായ കമ്മ്യൂണിറ്റിയോട് അലി മുസ്ലിയാർക്കെതിരാവാനുള്ള ഒരു കാരണമായി പറയുന്നത് ഈ വ്യാപകമായി കള്ളുഷാപ്പുകൾക്കെതിരെ. കാരണം അലി മുസ്ലിയാർ കീഴടങ്ങിയതിന് ശേഷം തിരുവരങ്ങാടിയിലെ വീടുകൾ കത്തിക്കുന്നതിൽ മുൻപന്തിൽ നിന്ന് ഈഴവ കമ്മ്യൂണിറ്റി ആയിരുന്നു എന്നാണ്. അത് ഈ കള്ളു ചെത്ത് തൊഴിൽ അവരുടെ ഒരു പാരമ്പര്യമായതുകൊണ്ടും അതിനെതിരെ ഉള്ള സമരം സംഘടിപ്പിച്ചത് അലി മുസ്ലിയാരുടെ നേതൃത്വത്തിലായതുകൊണ്ടും അവർക്കതിൽ വലിയ രോഷമുണ്ടായിരുന്നു. അത് പല സമയങ്ങളിലും അവർ പ്രകടിപ്പിക്കാൻ ചെയ്യാൻ കഴിയും. ഏതാണ്ട് മതവാദി എന്ന് പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റി നടത്തുന്ന പത്രമായിരുന്നു തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിനെതിരെ ഏറ്റവും ദോഷമായ രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നത്. അതിൻ്റെ കാരണമായി ചരിത്രകാരന്മാർ പറയുന്നത് ഈ ഒരു പ്രശ്നത്തിൽ അലി മുസ്ലിയാർ ഇടപെട്ടു എന്നതാണ്. അതുപോലെ മാറുമറക്കാനുള്ള അവകാശം ഹൈദർ അലിയും ടിപ്പുവും ഒക്കെ നൽകിയതുപോലെ തൻ്റെ പ്രദേശത്തത് അലി മുസ്ലിയാർ നൽകി എന്നത് പ്രത്യേകിച്ച് ജന്മിമാരായ ആളുകളെ കൂടുതൽ പ്രകോപിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ടിപ്പുവിനെതിരെയും അതുപോലെ ഹൈദർ അലിക്കെതിരെയുമുള്ള ജന്മി സവർണ ആളുകളുടെ വിരോധങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ജാതി താഴെ കടയിൽ നിന്ന ആളുകൾക്കുള്ള ഒരുപാട് സാമൂഹ്യ ഉന്നമനത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നുവെന്ന്. അതും ഇതുപോലെ ഉള്ള ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ ഭരണകേന്ദ്രമായ തിരൂരങ്ങാടി കേന്ദ്രീകരിച്ച് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാരെ തകർത്ത് ഖിലാഫത്ത് ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങൾ, വാറണ്ട് 24 ആളുകൾക്കെതിരെ വാറണ്ട് പ്രഖ്യാപിച്ചു. KM മൗലവി അടക്കമുള്ള അതിൽ ആളുകളുണ്ട്. ഈ വാറണ്ട് പ്രഖ്യാപിച്ചാൽ എഴുതുന്നത് മലബാർ റിബല്യൻ ടോട്ടൽ ഹോം എഴുതി വെക്കുന്നത് ബ്രിട്ടീഷുകാരെ തകർത്ത് ഖിലാഫത്ത് ഗവൺമെന്റ് സ്ഥാപിക്കുക എന്നതാണ് മുസ്ലിയാരുടെ ഒരു ലക്ഷ്യം. അതുപോലെ ഏറനാട്, വെള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് ഇങ്ങനെ 205-ലധികം വില്ലേജുകൾ അലി മുസ്ലിയാരുടെ കീഴിലായിരുന്നു. അതുപോലെ തന്നെ സമാനമായി 245ഓളം കിഴക്കൻ ഏറനാടിലെ വില്ലേജുകൾ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും കീഴായിരുന്നു. അതിൽ നമ്മൾ പറയുന്ന പോലെ വിദ്യാഭ്യാസം, അതുപോലെ ധനകാര്യം, പട്ടാളം, റവന്യൂ, സൈനിക പരിശീലനം തുടങ്ങിയതിനൊക്കെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കിയുള്ള ഒരു ഭരണ സംവിധാനമായിരുന്നു യഥാർത്ഥത്തിൽ തിരുവരങ്ങാടി നടന്നത്. തിരുവരങ്ങാടിയിൽ കുറച്ച് സമയം നടന്നിട്ടുള്ളൂ. പക്ഷേ വാര്യംകുന്നത്ത് നേതൃത്വം നൽകിയ, നിലമ്പൂർ ആസ്ഥാനമായി നേതൃത്വം നൽകിയ കിഴക്കൻ ഏറനാടിലെ ഭരണ സംവിധാനം അതിനുശേഷവും തുടർന്നായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഈഴവ സമൂഹത്തിൻ്റെ ഒരു മൊറാലിറ്റി, അവർ കള്ളുഷാപ്പിൻ്റെ നടത്തിപ്പുകാരനെ അതിന് അദ്ദേഹം ചോദ്യം ചെയ്തു. ജന്മി നാടുവാഴി നായർ സംവിധാനത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തിനെതിരെ അദ്ദേഹം നടത്തിയ ഏറ്റവും പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ തിരൂരങ്ങാടിയിലെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോ ആയി ആ പ്രഭാഷണം വായിച്ചാൽ തന്നെ നമുക്കറിയാം. ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 500-ലധികം 1000-ഓളം എന്ന റിപ്പോർട്ടുണ്ട്. അതുപോലെ 500-ലധികം ഖിലാഫത്ത് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഖുർആൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ കീഴിലുള്ള ഭരണ സംവിധാനത്തിൻ്റെ നയപ്രഖ്യാപനം അലി മുസ്ലിയാർ നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരരെ, ഈ വ്യവസ്ഥയാണ് ഖിലാഫത്തിന്റെ മാർഗരേഖ. ഖുർആനാണ് ഉയർത്തിപ്പിടിച്ചു. ഇതിനെ പക്ഷേ ഖുർആൻ ഉയർത്തി ഖലാപം ഉണ്ടാക്കി എന്നാണ് ബ്രിട്ടീഷുകാർ എഴുതി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിലുള്ള ഭൂവുടമ വ്യവസ്ഥകളും അതിനനുസൃതമായ അടിമ വ്യവസ്ഥയും നമ്മുടെ നാട്ടിൽ റദ്ദു ചെയ്തിരിക്കുന്നു. ഇനി അടിമകളും ഉടമകളുമില്ല, ധനികനും ദരിദ്രനുമില്ല, കറുത്തവനും വെളുത്തവനുമില്ല, ജാതിയും മതങ്ങളുമില്ല, ഉള്ളത് മനുഷ്യൻ മാത്രം.
അവൻ്റെ സൃഷ്ടാവിനെ തിരിച്ചറിയാനുള്ള വകതിരിവും വിശ്വാസവും അഥവാ കർമ്മങ്ങളുമാണ് അവനെ നയിക്കുന്നതും ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്ന് അവനെ വേർതിരിക്കുന്നു. അവൻ പ്രപഞ്ചത്തിലെ ഉത്കൃഷ്ട ജീവിയും സൃഷ്ടാവിൻ്റെ പ്രതിനിധിയുമാണ്. അവൻ്റെ ജീവിതാവശ്യത്തിന് വേണ്ടിയാണ് പ്രപഞ്ചത്തിലെ മറ്റു ജീവജാലങ്ങളെയും എല്ലാ വിഭവ സ്രോതസ്സുകളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹുവും അവകാശികൾ മനുഷ്യരുമാണ്. സൃഷ്ടാവ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കും. പരസ്പരാകർഷണ നിയമത്തിലൂടെ ഗോളങ്ങളും നന്മതിന്മ പോരാട്ടങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളും മുന്നോട്ട് ചലിക്കും. ഈ പ്രക്രിയയിൽ നമ്മുടെ കാലത്തെ തിന്മയെ ചെറുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത് വിജയത്തിലെത്തും. മനുഷ്യരുടെ അഭിമാനവും സമ്പത്തും സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ മാനവും സമ്പത്തും കവർന്നിരിക്കും. അവർ നമ്മുടെ നാടിനെ ചൂഷണം ചെയ്യുന്നു. അവരോടുള്ള പോരാട്ടം അനിവാര്യമായിരിക്കും. അന്യായമായി ആരുടെയെങ്കിലും ജീവനും സ്വത്തിനും കോട്ടം പറ്റുന്ന പ്രവർത്തനം ആരിൽ നിന്നുണ്ടായാലും കഠിനമായി ശിക്ഷിക്കപ്പെടും. നമ്മുടെ നാട്ടിലെ ബ്രിട്ടീഷ് ഏജൻസികളും അഞ്ചാം പത്തികളുമായി വർത്തിച്ച കുടുംബങ്ങൾ, സമരവിരോധികളായ മുസ്ലിങ്ങളും അല്ലാത്തവരുമായവർ എന്നിവരുടെ സ്വത്തും ജീവനും ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സംരക്ഷണത്തിന് കീഴിലാണ്. നമ്മൾ ആരെയും ആക്രമിക്കരുത്. ഇങ്ങോട്ട് ആക്രമിച്ചാലും ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ മാത്രം ചെറുക്കുക. ഈ പ്രദേശത്ത് പരസ്യമായ മദ്യപാനവും വ്യഭിചാരവും അനുവദിക്കുകയില്ല. നന്മയിൽ സഹകരിക്കുക, നന്മയും സാഹോദര്യവും സ്ഥാപിക്കുക. ഇതാണ് ആലി മുസ്ലിയാർ തൻ്റെ തിരുരങ്ങാടി കേന്ദ്രമാക്കിയ ഭരണ സംവിധാനത്തിൻ്റെ നയപ്രഖ്യാപനമായി പ്രഖ്യാപിച്ചു. മഞ്ചേരിയിലെ വാര്യംകുന്നത്തിൻ്റെ നയപ്രഖ്യാപനം നമുക്ക് നേരത്തെ പ്രസിദ്ധമാണ്. ചേക്കുട്ടിയുടെ തല കുന്തത്തിൽ എടുത്തിട്ടാണ് കളവണ്ടിയിൽ കയറി അദ്ദേഹം നടത്തും. ഇങ്ങനെയുള്ള ഇസ്ലാമിക സിവിൽ ക്രിമിനൽ നിയമങ്ങൾക്കനുസരിച്ച് തിരൂരങ്ങാടിയിലെ നിയമവാഴ്ച സ്ഥാപിച്ചു എന്നതാണ് ഹിച്ച്കോക്ക് അദ്ദേഹത്തിനെതിരെ മറ്റൊരു ആരോപണമായി പറയുന്നത്. അങ്ങനെ ഉള്ള ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാനിങ്ങനെ ചരിത്രങ്ങൾ പറഞ്ഞു. മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി, അതുപോലെ മഞ്ചേരി, മലപ്പുറം, അങ്ങനെ തുടങ്ങി ഈ ഭാഗങ്ങൾ, വേങ്ങര, തിരൂരങ്ങാടി, പൊന്നാനി, കൊയിലാണ്ടി താലൂക്ക്, ഫറൂഖ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി വർത്തിച്ച ആളാണ് ആലി മുസ്ലിയാർ എന്നവർ. ആലി മുസ്ലിയാരെയും വാര്യംകുന്നത്തിനെയും കീഴടക്കാൻ വേണ്ടിയാണ് മലബാറിലേക്ക് ബ്രിട്ടീഷുകാർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയ റെജിമെന്റിനെ വഴിതിരിച്ചു കൊണ്ടുവന്നു. അവരെ പ്രത്യേകം പിടിക്കാൻ വേണ്ടി അവർ വാര്യംകുന്നത്ത് കീഴടങ്ങുന്നതോടെ റെജിമെന്റിനെ ബ്രിട്ടീഷുകാർ തിരിച്ചയക്കുകയാണ്. അതിന് MSF എന്നാണ് ആദ്യം പറഞ്ഞത്, മലബാർ സ്പെഷ്യൽ ഫോഴ്സ്. അതാണ് ഇപ്പോൾ MSP. ഇന്ന് മലപ്പുറത്ത് MSP ആയി മാറിയത് ഈ ഫോഴ്സാണ്. ഇത് രണ്ടാളുകളുടെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ അവരുടെ നേതൃത്വം തന്നെ വിപ്ലവത്തെ അടിച്ചമർത്താനാണ്. വാര്യംകുന്നത്തിന് ഏകദേശം സായുധ വിഭാഗമായി 7500ഓളം സൈനികരുണ്ടായിരുന്നു. അവരുടെ എല്ലാ ഭക്ഷണ സംവിധാനങ്ങളും ഏറ്റെടുത്തിരുന്ന പാണ്ടിയാട് നമ്പീശൻ എന്ന് പറയുന്ന ഇന്നും അവരുടെ കുടുംബം അവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ വില്ലത്ത് വെച്ചായിരുന്നു ഇവർ പ്രാക്ടീസ് നടത്തിയിരുന്നത്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره എന്ന ആയത്താണ് ഈ സൈനികത്തിലേക്ക് ബൈഅത്ത് ചെയ്യാൻ ഇവർ സ്വീകരിച്ചിരുന്നത്. സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്ത് ഓതി അതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ഖിലാഫത്ത് സൈനികത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയും. ഇതിന് വാര്യംകുന്നത്തിൻ്റെ സൈന്യത്തിൽ ഈ ആയത്ത് ഓതിക്കൊടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ബൈഅത്ത് ചെയ്ത ഏകദേശം 22% മുസ്ലിങ്ങളല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. പൂന്താനം ഇല്ല എന്ന് പറയുന്ന രാമൻ നമ്പൂതിരി, ഇന്ന് പൂന്താനം ഇല്ല നിങ്ങൾ പോയി നോക്കുക. അവിടെ വളരെയധികം ബ്രിട്ടീഷുകാർ അവരെ ദ്രോഹിക്കാനുള്ള ഒരു കാരണം മുസ്ലിങ്ങളുടെ കൂടെ അവർ നിന്ന് വന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ആ കുടുംബത്തിലെ രാമൻ നമ്പൂതിരി എന്ന് പറയുന്ന ആളവസാനം ഭിക്ഷയാചിച്ച് ജീവിക്കേണ്ടി ബെരുമാർ, കാരണം അത്രയും സ്ഥലവും സൗകര്യവും ഉണ്ടായ ആളുകൾ യഥാർത്ഥത്തിൽ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഈ പീഡനവും മർദ്ദനവും കാരണം ഭിക്ഷയാചിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു. MP നാരായണമേനോൻ അറിയാം, 24 പേരെ അറസ്റ്റ് വാറണ്ട് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചതിൽ 23 ആളുകൾ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ നാരായണമേനോനാണ് 24-ാമത്തെ ആളായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മലബാറിലെ അബൂ താലിബ് എന്നാണ് നാരായണമേനോനെ പറയാറുള്ളത്. അദ്ദേഹത്തെ
പിടിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തിന് ധാരാളം ശിക്ഷകൾ, വർഷങ്ങൾ ജയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ 30 രാജ്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരെ സമാന്തര ഭരണം സ്ഥാപിച്ച് പോരാടിയ ചരിത്രം ബ്രിട്ടീഷുകാർ തന്നെ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് മലബാറിൽ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ്. അത് സാധാരണക്കാരായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സാധാരണക്കാരാണ്. പക്ഷെ അവർ രണ്ടാളും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. 14 തവണ മക്കയിൽ പോയ ആളാണ് അലി മുസ്ലിയാർ. താങ്കൾ കീഴടങ്ങിയാൽ വീണ്ടും മക്കയിലേക്ക് പറഞ്ഞേക്കാം എന്നാണ് അലി മുസ്ലിയാരോട് പറഞ്ഞത്. കീഴടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ എന്തായാലും കീഴടങ്ങും, കാരണം മമ്പറം ഫസൽ പൂക്കോയത്തങ്ങൾ കീഴടങ്ങാനുള്ള കാരണം ഫസൽ പൂക്കോയത്തങ്ങളെ പിടിക്കാൻ ബ്രിട്ടീഷ് സൈന്യം വരുന്നു എന്നറിഞ്ഞോട് 10,000 മാപ്പിളമാർ മമ്പറം പള്ളിയിൽ ഇരുന്നു. എന്തായാലും ഫസൽ പൂക്കോയത്തങ്ങൾ കീഴടങ്ങുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവിടെ വലിയൊരു കൂട്ടക്കുരുതി നടക്കും, കുറേ ആളുകൾ രക്തസാക്ഷി. അത് ഫസൽ പൂക്കോയത്തങ്ങളുടെ മാർഗമാണ് ഞാൻ പിന്തുടരുന്നത്. തിരൂരങ്ങാടി, നേരത്തെ തന്നെ തിരൂരങ്ങാടി പള്ളിയിൽ റൈഡ് നടത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ വന്നപ്പോൾ വിവിധ ഭാഗങ്ങളിൽ, അന്ന് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നും ഇത്രയല്ലേ, ധാരാളം ആളുകൾ തിരൂരങ്ങാടി ഒരുമിച്ച് കൂടുകയും അവസാനം 3 ഖിലാഫത്ത് വളണ്ടിയർമാരെ പിടിച്ചുകൊണ്ടുപോയി അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ എന്തിനാണ് പിടിച്ചതെന്ന് അന്വേഷിക്കാനാണ് അലി മുസ്ലിയാരും സംഘത്തോടെ ചെന്നത്. പക്ഷേ പോലീസുകാർ വിചാരിച്ചത് ആക്രമിക്കാനാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കാനല്ല വരുന്നത്, ഞങ്ങൾക്ക് ഇവരെ തിരിച്ചു കിട്ടണം എന്ന് അലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടത്തിയ പിക്കറ്റിംഗ് നമുക്കറിയാം. അതിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇരിക്കൂ, നിങ്ങളെല്ലാവരും ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കും. പക്ഷേ ഇരുന്നതോടുകൂടി വെടിവെക്കാൻ 17 ആളുകൾ അതോടുകൂടി രക്തസാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ തിരിഞ്ഞോടുകല്ല നിവൃത്തിയില്ല, കാരണം സേനാനായകൻ, കമാൻഡറൊക്കെ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആ നിരായുധരായ ആളുകൾ ഇത്രയും വീരശേഷി പ്രകടിപ്പിച്ചതോടുകൂടി അവർക്ക് പിന്തിരിഞ്ഞോടുകയില്ലാതെ രക്ഷയുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി വർദ്ധിച്ചിരുന്നത് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലെജൻഡുമാരായ അലി സഹോദരന്മാരെ പോലെ അവസാനം വരെ അയൽവാസികളാണ്, ബന്ധുക്കളാണ്. വാര്യംകുന്നത്തും എരിക്കുന്നൻ അലി മുസ്ലിയാർ എന്ന് പറയുന്ന അലി മുസ്ലിയാരും വളരെയധികം കുറെ കൂടി പുരോഗമന ചിന്താഗതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നേരത്തെ ഹസൻ ബന്ന തരീഖത്ത് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നമ്മളങ്ങനെ അദ്ദേഹത്തെ വിലയിരുത്തേണ്ട ഒരാളല്ല. കെ എം മൗലവി, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ഒക്കെയുള്ള സൗഹൃദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കെ എം മൗലവിയെക്കുറിച്ച് ഇച്ചുകോക്ക് രേഖപ്പെടുന്ന പാൻ ഇസ്ലാമിക് പുരോഗമനവാദിയും പാൻ ഇസ്ലാമിക്കും ആണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാണ്ട് രേഖപ്പെടുത്തിയതിൽ കുറ്റകൃത്യമായിട്ട് രേഖപ്പെടുത്തുന്ന അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിന്, ജനകീയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അവസാനം രണ്ടാമതും തിരൂരങ്ങാടി പള്ളി വളഞ്ഞു നിരത്തി അദ്ദേഹത്തോട്, ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് വരാം, നിങ്ങൾ യുദ്ധത്തിനല്ല കീഴടങ്ങാനാണ്. പക്ഷേ കഞ്ഞി വെക്കാൻ പോയതോടുകൂടി വെടിവെക്കുകയാണ്. ഇപ്പോൾ പൊളിച്ചു ആ പള്ളി. നേരത്തെ പള്ളിയിൽ വെടിയുണ്ടകളുടെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അലി മുസ്ലിയാർ വെള്ളക്കൊടി ഉയർത്താൻ പറഞ്ഞു, സമാധാനത്തിൻ്റെ ലക്ഷണമായി. അങ്ങനെ അവർ ഇറങ്ങി വരികയാണ്. പക്ഷേ ചില ആളുകൾ ഞങ്ങൾ ഓരായാലും പോരാടിയേ മരിക്കൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വലങ്കൈയായിരുന്ന അലവിക്കുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം പോരാടി മരിക്കാൻ തീരുമാനിച്ചു. അലി മുസ്ലിയാർ പറഞ്ഞു, നിനക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഞാൻ ഏതായാലും കീഴടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേരിൽ ധാരാളം ആളുകൾ കൊല്ലപ്പെടും. ഒരു സമയത്ത് പോലും ഒരു ആയുധം ഞാൻ കയ്യിലെന്തിയിട്ടില്ല. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ആയുധമെന്ന് തോന്നിക്കാവുന്ന ഒരു സാധനമുണ്ട്, അത് ഞാൻ കുത്തിപ്പിടിക്കുന്ന വടിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാനല്ല വന്നത്. അങ്ങനെ അദ്ദേഹത്തെ കീഴടങ്ങുകയാണ്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് കൊടുത്ത വാഗ്ദാനം മക്കയിലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ അറിയാം അത് വിശ്വാസമല്ല, എന്നെ നാട് കടത്തും അല്ലെങ്കിൽ വധശിക്ഷക്ക് വിധിക്കും. അദ്ദേഹത്തിൻ്റെ വിചാരണ വേളയിൽ അദ്ദേഹത്തിനെതിരെ സാക്ഷി നിന്നത് മുസ്ലിമായ ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന മുസ്ലിം ജന്മി കുടുംബങ്ങൾക്കെതിരെ, അധികാരി കുടുംബങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരാളായിരുന്നു. അലി മുസ്ലിയാരുടെ കുടുംബങ്ങളിൽ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല. അതുപോലെ അവരോടുള്ള ഒരു തരത്തിലുള്ള നിസ്സഹകരണം അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് അവരാണ് ഇദ്ദേഹത്തിനെതിരെ സാക്ഷി നിന്നത്. ഒരുപാട് ചോദ്യം ചോദിച്ചു. അലി മുസ്ലിയാർ ഒന്നും മറുപടി പറഞ്ഞില്ല. പറഞ്ഞത് ഇത്ര മാത്രമാണ്, 14 തവണ കണ്ട ഞാൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിച്ച ഒരു മണ്ണ് മക്ക, ആ മക്കയുടെ പേര് എന്നെ കീഴടക്കാൻ നിങ്ങൾ വഞ്ചനക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ എതിരെ സാക്ഷി പറഞ്ഞ ആളോട് പറഞ്ഞത്,
നീ യഥാർത്ഥത്തിൽ ഈ പരലോകത്തും വരണം, എനിക്കെതിരെ സാക്ഷി പറയാം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഹറമിൽ 14 തവണ പോയപ്പോൾ ഒരു കാര്യം മാത്രം 14 തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഈ മണ്ണ് ബ്രിട്ടീഷുകാരന് സ്വാതന്ത്ര്യമാവണമെന്നാണ്. എന്തുകൊണ്ടും അത് വിജയത്തിലെത്തുമെന്ന് എനിക്ക് സുനിശ്ചിതമാണ്, അതിൽ തർക്കമില്ല എന്ന 3 മറുപടി മാത്രമാണ് ആലി മുസ്ലിയാർ പറഞ്ഞത്. അദ്ദേഹത്തെ കോയമ്പത്തൂരിലാണ് കോടതിയിലാക്കിയത്. ഫെബ്രുവരി 17 അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ ഇപ്പോഴും പ്രബലമാണ്. അദ്ദേഹം അന്ന് തൂക്കി കൊല്ലാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിനക്ക് അന്ത്യാഭിലാഷം എന്താണ്? ബ്രിട്ടീഷുകാർ ചോദിക്കുമ്പോൾ എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണം, വേറെ ഒരാഗ്രഹം എനിക്കില്ല. ആ നമസ്കാരത്തിൽ അദ്ദേഹം മരിച്ചു വീഴുകയായിരുന്നുവെന്നും അഭിപ്രായമുണ്ട്. അതുപോലെ അതല്ല, അദ്ദേഹത്തെ തൂക്കിക്കൊന്നതാണ് അദ്ദേഹത്തെ അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ബ്രിട്ടീഷുകാരുടെ ശൈലി അനുസരിച്ച് ആരുടെയും ബോഡി വിട്ടുകൊടുക്കില്ല, കരിച്ചു കളയും. വാര്യംകുന്നത്തിന് കോട്ടക്കുന്ന് വെടിവെച്ചിട്ട് കരിച്ചു കളയാണ് ചെയ്തത്. കരിച്ചു കളയുക മാത്രമല്ല, അവരുടെ രേഖകൾ മൊത്തം ചെയ്യും ചുട്ടുകരിക്കുന്ന ഒരു പ്രകൃതമാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഹൈവേയിൽ പോകുന്ന ഞങ്ങളുടെ നാട്ടിൽ പൂക്കോട്ടൂരിലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി രക്തസാക്ഷികളായ ആളുകളൊക്കെ ഒരു കുഴിയാണ്. ആ കുഴിയിലിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് ഒന്നായിട്ട് 353 ആളുകളെ തീ കൊളുത്തി കൊന്നതാണ്, കരിച്ചു കളയുക. കാരണം അതൊരു രക്തസാക്ഷിത്വത്തിൻ്റെ സ്ഥലങ്ങൾ പിൽക്കാലത്ത് സമരങ്ങൾക്കൊരു പ്രചോദനമായി വരരുത് എന്നതാണ് ഈ കരിച്ചു കളയാനുള്ള ഒരു പ്രചോദനത്തിന് അവർ കാണുന്നത്. പക്ഷെ ആലി മുസ്ലിയാർ അവർ കരിച്ചു കളഞ്ഞില്ല. കരിച്ചു കളയാനായിരുന്നു തീരുമാനം. വ്യക്തിക്കോ കുടുംബത്തിനോ ആലി മുസ്ലിയാരുടെ മയ്യത്ത് വിട്ടുകൊടുക്കുകയില്ല. വേറെങ്കിലും ഒരു സംഘടന വന്നാൽ നമുക്ക് അവരുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ എഴുതി തന്നാൽ മയ്യത്ത് വിട്ടുകൊടുക്കാം. അതിനുവേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ്, ചിലപ്പോൾ സാലി സാഹിബിനൊക്കെ അറിയാം, ചെന്നൈയിൽ അദ്ദേഹം താമസിച്ചിരുന്ന മലബാർ മുസ്ലിം അസോസിയേഷൻ എന്ന് പറയുന്ന ഇന്നും തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ആലി മുസ്ലിയാരുടെ മയ്യത്തിന് വേണ്ടി രൂപീകരിച്ച വളരെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഘടന. ഇപ്പോൾ അത് ആസ്തിയും സംവിധാനമൊക്കെ പോകാറുണ്ട്. അദ്ദേഹത്തെ ഏറ്റുവാങ്ങി അവർ ആ മയ്യത്ത് കോയമ്പത്തൂരിൽ കബറടക്കുകയാണ് ചെയ്തത്. പക്ഷേ ആലി മുസ്ലിയാരെ ഇപ്പോൾ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് PhD, നമ്മളെ മന്ത്രി KT ജലീലിൻ്റെ PhD അദ്ദേഹത്തെക്കുറിച്ചാണ്. ഇങ്ങനെ ധാരാളം പേപ്പറുകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മളെ സ്വാതന്ത്ര്യബോധത്തിൽ നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടത്, ആലി മുസ്ലിയാരുടെ കുടുംബം ഒരു കാലത്ത് മരുന്നിന് പണമില്ലാതെ ദാരിദ്ര്യത്തിൻ്റെ ആഴത്തിൽ പോയി മരണത്തെ മുഖാമുഖം കണ്ട അവസ്ഥയുണ്ട്. അന്നാരും ഇത്രമേൽ ഈ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന് സ്വന്തം ജീവിതവും കുടുംബവും ത്യജിച്ച ഈ മഹാനുഭാവന്റെ കുടുംബത്തെ ഓർത്തു നോക്കാൻ എന്തോ കാരണം നമുക്കാർക്കും സാധിച്ചില്ല. ഇന്നിപ്പോൾ അവരൊക്കെ നല്ല അവസ്ഥയിലാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരൂരങ്ങാടിയിലെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തെ തെരഞ്ഞു വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ചവിട്ടിയ ഗ്രന്ഥത്തിൻ്റെ അടയാളങ്ങളൊക്കെ, ഗ്രന്ഥത്തിൻ്റെ പൂട്ടിട്ട് ചവിട്ടിയ അടയാളങ്ങളൊക്കെ നമ്മളെ ഹിസ്റ്ററി കോൺഫറൻസിലെ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സാധിക്കുമെങ്കിൽ പോയാൽ ഒരു പക്ഷേ അവർ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ മലബാറിലെ ഇന്ത്യ രാജ്യത്തിൻ്റെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ലെജൻഡുകളായ 2 ആളുകളാണ് വാര്യംകുന്നത്തിൻ്റെ ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അതുകൊണ്ട് ഞാനത് വിശദീകരിച്ചില്ല. 2 വേറെ നിർത്തി നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രയാണെന്നുള്ള ഒരു ഉദാഹരണം. ഇപ്പോൾ അറവങ്കര എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം. അവിടെ ഇപ്പോഴും ഒരു ഫാമിലി ഉണ്ട്, ഷൈദാക്കന്മാർ എന്നാണ് ആ ഫാമിലിയുടെ പറയാറുള്ളത്. അത് യഥാർത്ഥത്തിൽ നമ്മളെ അലി സഹോദരന്മാരെ പോലെ നാടിനു വേണ്ടി 2 കുട്ടികളെ ഒരു ഉമ്മ ദാനം ചെയ്തതാണ്. സാധാരണ രക്തസാക്ഷികളായ ആളുകളുടെ ഈ ബെൽറ്റിൻ്റെ അടുത്തൊരു ചോപ്പ് പട്ട കെട്ടുന്നതാണ്, ഒരു ചോപ്പ് തുണി കൊണ്ട് കെട്ടും. കാരണം അവരെ രക്തസാക്ഷിയായി നേർച്ച വരുന്നതാണ്. അങ്ങനെ ഈ ബെൽറ്റിൻ്റെ അടുത്ത് ചോപ്പ് പട്ടുവസ്ത്രത്തിൻ്റെ ഒരു കെട്ട് കെട്ടിയിട്ട് അവരെ യാത്ര അയക്കുകയാണ്. നിങ്ങൾ ആലി മുസ്ലിയാരുടെ കൂടെ പോവുക, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുക, തിരിച്ചു വീട്ടിലേക്ക് വരേണ്ടതില്ല. ഇവിടെ യുദ്ധങ്ങളിൽ 14 വയസ്സായ ഒരു കുട്ടി, 12 വയസ്സായ വേറൊരു കുട്ടിയും രക്തസാക്ഷി, 2 പെൺകുട്ടികളാണ്. അവർ ഉപ്പാനെ വെടിവെച്ചപ്പോൾ വെടിവെക്കാൻ അനുവദിക്കാതെ കെട്ടിപ്പിടിച്ചതാണ്. പക്ഷെ വെടിയുണ്ടകൾ മൊത്തം അവരുടെ ദേഹത്ത് കൊണ്ട് അധികാരത്തൊടിയുടെ കോണാമ്പാറയിൽ അവരുടെ ഖബർ നമുക്കറിയാം. ചില സ്ത്രീകളെ കുറിച്ച് അത് ഇച്ച്കോക്ക് തന്നെ പറയുന്നുണ്ട്, ചമ്മലിൽ ഒളിച്ചു നിന്നിട്ട് ഈ പൊട്ടാത്ത ബോംബ് എടുത്തിട്ട് ഇവരെ പുരുഷന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ബ്രിട്ടീഷുകാരെ അറിയുന്നവൻ കടിച്ചെറിയുന്ന ബോംബായിരിക്കും, അത് പൊട്ടാത്തതുണ്ടാവും, അത് കൈമാറുന്ന സ്ത്രീ. അപ്പോൾ ഈ ചമ്മൽ മറിഞ്ഞുകൊണ്ട് ബൂട്ടിട്ട് കണ്ട് പട്ടാളത്തിൻ്റെ ചവിട്ട് കെട്ടി എല്ലു മുറിഞ്ഞ കുറേ സ്ത്രീകളെ കുറിച്ച് ഇച്ച്കോക്ക് തന്നെ പെസന്റ് മലബാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ കുറ്റപത്രം തയ്യാറാക്കിയതിൽ അദ്ദേഹം പറയുന്നുണ്ട്.
അതുപോലെ തന്നെ വളരെ മാളു ഹജ്ജുമ്മ എന്ന് പറയുന്ന CK കരീം സാഹിബ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അവരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മലബാറിൽ സമരത്തിന് വേണ്ടി പുരുഷന്മാരുടെ കൂടെ തന്നെ മുൻപന്തി നിന്ന് വളരെ അഭ്യാസിയായി പോരാട്ടം നടത്തിയ ഒരു സ്ത്രീയായിരുന്നു. അവരാണ് വാര്യംകുന്നത്തിൻ്റെ ഭാര്യയായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ ധാരാളം ചരിത്രങ്ങൾ നമ്മളിങ്ങനെ എല്ലാ സമയത്തും പോകുന്ന സ്ഥലങ്ങളാണ്, കാണുന്ന സ്ഥലങ്ങളാണ്. ഇത് വലിയ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ, സ്വാതന്ത്ര്യബോധത്തിൻ്റെ, നീതിബോധത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മോട് പറയാനുണ്ട്. ആ ചരിത്രബോധങ്ങളെ ഉണ്ടാക്കിയതിൽ വലിയ പങ്ക് വഹിച്ച മഹാനുഭാവനാണ് ആലി മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കാലത്ത് നടക്കുന്ന നീതി നിഷേധ സമരങ്ങൾക്കെതിരെ പോരാടുവാനുള്ള ഒരു ഊർജം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.